എന്റെ തമ്പുരാനെ എമ്പുരാന്റെ ശബ്ദത്തിനുടമ ആനന്ദ് ശ്രീരാജ്. നമസ്കാരം. തേടുന്നു, നോറ്റുന്നു, കാക്കുന്നു, വാഴ്ത്തുന്നു താരാധീപന്മാർ നിന്നെ എമ്പുരാനെ, എമ്പുരാനെ. എന്നാടാ പണി വെച്ചത്? എന്റെ സൗണ്ടില് ലാൽ സാറ് കയറി ഇൻട്രോ വന്നപ്പോഴത്തേക്ക് ലൈക്ക് ലിറ്ററലി എന്റെ കണ്ണ് പകുതി നിറഞ്ഞു നിൽക്കാണ്. ദീപകേട്ട റിയൽ ലൈഫില് ദീപകേട്ടനാണ് എന്റെ എമ്പുരാൻ. ഇന്ന് എനിക്കിത് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഐ എം നോട്ട് ഗോണ ലൂസ് ഇറ്റ്, ഐ എം ഗോണ ഗീവ് ഇറ്റ് മൈ ബെസ്റ്റ്. എന്നിട്ടാണ് ഞാൻ ആ ടേക്ക് എടുത്തത്. ഒറ്റ കാര്യം പറയുള്ളൂ കേട്ടോ, നിന്നെ പടച്ചു വിട്ട കടവുളക്ക് പത്തിൽ പത്ത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. എന്റെ തമ്പുരാനെ എമ്പുരാന്റെ ശബ്ദത്തിനുടമ ആനന്ദ് ശ്രീരാജ്. നമസ്കാരം. നമസ്കാരം. നമസ്കാരം ബ്രോ. എന്റെ മച്ചാനെ ലാലേട്ടന്റെ ആ സീനും മച്ചാന്റെ ആ വോയിസും എന്നാടാ പണി വെച്ചത്? ഈശ്വര, താങ്ക് യു സോ മച്ച് ബ്രോ. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷമുണ്ട്. ലൈക്ക് ഇപ്പോ എന്റെ സൗണ്ട് ലാലേട്ടന്റെ ആ ഒരു ഇൻട്രോയിൽ കാണുമ്പോഴൊക്കെ ഉള്ള ഒരു ഗൂസ് ബംസും പരിപാടികളൊക്കെ ഇപ്പോഴും അതിനും മാറിയിട്ടില്ല. സോ വെരി ഹാപ്പി. ഇന്ന് വിളിച്ചതിനും ഭയങ്കര ഹാപ്പി. ഒത്തിരി സന്തോഷം. ഒത്തിരി സന്തോഷം. കാരണം 27-ാം തീയതി കാത്തിരിക്കുന്നു യെസ്, മലയാള സിനിമയുടെ മറ്റൊരു ലോകത്തേക്ക് അല്ലേ? സത്യം സത്യം. വേറൊരു വെർട്ടിക്കിൾ തന്നെ ഓപ്പൺ ആക്കാൻ പോവാണ്. അതെ, കത്തിക്കുകയാണ് ഉറപ്പായിട്ടും. 15 വർഷത്തെ കഷ്ടപ്പാട് അല്ലേ? അതെ. ബാൻഡിൽ തുടക്കം കുറിക്കുന്നു, ഒരുപാട് ബാൻഡുകളിൽ പാടുന്നു. അതെ. ശരിക്കും ബാൻഡുകളിൽ പാടുന്ന ആർട്ടിസ്റ്റുകളുടെ എണ്ണം നോക്കുവാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. സത്യം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് മച്ചാന്റെ ഇടപെടലും ആ ഒരു വൈബും ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് നിന്റെ അടുത്ത് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ നിന്റെ അടുത്ത് കമ്പനി അടിക്കുമ്പോഴത്തേക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട് നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഒരു പോയിന്റ് പോലും എനിക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നിയിട്ടില്ല. ഇപ്പൊ പറഞ്ഞ ഒരു 15-13 വർഷമായിട്ടുള്ള എന്റെ കഷ്ടപ്പാട് ഇതിന്റെ പുറകിലുണ്ട്. പക്ഷെ നോട്ട് ഈവൻ അറ്റ് വൺ പോയിന്റ് എനിക്ക് ഇത് വിട്ടുകളയാൻ പോവാ അല്ലെങ്കിൽ ഇത് നടക്കില്ല എന്നുള്ള സംഭവം തോന്നിയിട്ടില്ല. എന്നും സ്ട്രൈവ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അത് ദീപക് സാറിന്റെ അടുത്ത് എപ്പോഴും പറയുന്ന സാധനമാണ്, നിന്റെ ഡെഡിക്കേഷൻ ഭയങ്കര അടിപൊളിയാന്നുള്ള സംഭവം പുള്ളിയുടെ അടുത്ത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സോ എന്തോ അതിനോട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി അതിന്റെ ഒരു ഫ്രൂട്ട് ഇപ്പൊ കിട്ടി. അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. മച്ചാനെ, ഞാൻ കേട്ടൊരു കഥയെന്ന് വെച്ചാല് മലയാള സിനിമ ഇതിനു മുമ്പ് പാടിയിട്ടുണ്ട്. ഒരുപാട് ആഗ്രഹിച്ചു തിയേറ്ററിൽ വരുമ്പം എനിക്ക് എന്റെ ഫ്രണ്ട്സിനെയും ഫാമിലിയെയും കൊണ്ടുപോയി ഇത് കാണിക്കണം. അതെ അതെ. പക്ഷെ ഒരു നിരാശപ്പെട്ടില്ലേ? അതെ അതെ, അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിരാശ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് അന്ന് അതൊരു ഭയങ്കര സങ്കടമായിട്ട് തോന്നിയത്. കാരണം ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്ത് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞ് വീട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞ് ലൈക്ക് ഇങ്ങനെ സംഭവം വന്നിട്ടാ നമ്മളെ പരിപാടി ഓണാണെന്നുള്ള സംഭവം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കോള് വരികയാണ്, ഇത് ഇല്ല, അതിൽ നിന്ന് മാറ്റിയേക്കാണെന്നുള്ളൊരു സംഭവം പറഞ്ഞു. എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങൾ കാരണം അത് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും സോങ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ്ലി. മൂവിയില് സോങ് വന്നിട്ടില്ല. ഈ ചിലതൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് നല്ലതിനാണ്, മനസ്സിലാക്കിയോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ വിട്ടുകൊടുക്കുന്നത് നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ള സംഭവം തീർച്ചയായിട്ടും ഉള്ളതാണ്. ഈ കാത്തിരിക്കാൻ ഒരു ക്ഷമ വേണോ? ഭയങ്കര ക്ഷമ വേണം, ഉറപ്പായിട്ടും. കാരണം എനിക്ക് അറിയില്ല ഇപ്പൊ എത്ര ആൾക്കാർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. കാരണം നമ്മള് ഇപ്പൊ തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എല്ലാം വേണം എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ വന്നിട്ട് നിരാശ, നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാകുന്നത്. സോ ഒരിക്കലും നമ്മളൊരു ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡ് മ്യൂസിക് അല്ലെങ്കിൽ ആർട്ട് എന്നുള്ള ഫീൽഡ് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ്. നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും ഞാനിത് എത്തിയിരിക്കും എന്നുള്ളൊരു സംഭവമല്ല, എത്താൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ് എന്നുള്ളൊരു സംഭവം. ആ ഒരു മെന്റാലിറ്റി വെച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നിരാശകളോ അല്ലെങ്കിൽ മറ്റേ ബ്രേക്ക് ഡൗൺസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം എന്തെങ്കിലും ഒരു ദിവസം ഞാൻ അതിലേക്ക് എത്തും. അതിപ്പോ 20 വർഷം എടുത്താണെങ്കിലും 50 വർഷം എടുത്താണെങ്കിലും ചത്തുപോണേക്കും മുന്നേ അവിടെ എത്തണം എന്നുള്ളൊരു ആഗ്രഹമാണുള്ളത്. ആനന്ദ് ശ്രീരാജ് എന്ന് പറയുന്ന ഇന്ന് ലോകമറിയുന്ന പാട്ടുകാരനെ എമ്പുരാനിലേക്ക് എത്തിച്ചത് എങ്ങനെയായിരുന്നു? ഡെഫിനറ്റ് ആയിട്ടും ദീപകേട്ടൻ തന്നെയാണ്. ഞാനൊരു കൊറോണയുടെ മുന്നേ തൊട്ടു മുന്നേ ദീപകേട്ടന്റെ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞൊരു മൂവിയുടെ ഓഡിയോ ലോഞ്ചിന് ആളുടെ ബാൻഡ് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആൾക്ക് അന്ന് ബാൻഡിന്റെ പ്രാക്ടീസ് സെഷന് വേണ്ടിയിട്ട് ഒരു സിംഗറിന് ആവശ്യം ഉണ്ടായി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 13AD ബാൻഡിലെ ബേസ് ഗിറ്റാറിസ്റ്റ് പോളിച്ചേട്ടൻ എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ ആളെന്നെ നേരത്തെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്, അന്ന് എന്നെ നമ്പർ എടുത്തിട്ടുണ്ടായി. സോ ഇതുപോലെ ദീപകേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് ദീപക്കെ വിളിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പൊ ദീപക്കേട്ടനും പോളിച്ചേട്ടനും തമ്മിൽ ഭയങ്കര അഭിയാണ്, ഭയങ്കര കണക്ഷനാണ്.
നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അന്ന് MBA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, ക്വിസാറ്റിലാണ് പഠിക്കുന്ന ആ സമയത്ത്. അപ്പോൾ ക്ലാസ്സിന്റെ ഇടയിൽ എനിക്കൊരു കോൾ വരാണ്, പോളിച്ചേട്ടൻ്റെ അത്യാവശ്യമായിട്ട് ദേവ്സ് വണ്ടർലാൻഡിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് വരാം, അതിനെന്താണ്, അങ്ങനെയാണ് ഇപ്പൊ തന്നെ വേണ്ടെന്ന് പറഞ്ഞു. ക്ലാസ്സിന്റെ ഇടയിൽ ഞാൻ നൈസായിട്ട് സ്കൂട്ടാക്കി, നൈസായിട്ട് സ്കൂട്ടറാക്കി അവിടെ നിന്ന് ഇറങ്ങി നേരെ ദീപകന്റെ അടുത്ത് ചെല്ലുന്നു. ദീപകന്റെ അടുത്ത് കടവുള പോലെയും എംപുരാനെ എന്ന് പറഞ്ഞ 2 സോങ്സ് തന്നിട്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞ് 2 വീക്സിനുള്ളിൽ ഞാനത് പഠിച്ച് അടുത്ത പ്രാക്ടീസ് സെഷനിൽ ചെന്ന് ഞാനത് പെർഫോം ചെയ്ത്. അന്ന് ദീപകൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. അന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ദീപകേട്ടൻ പറഞ്ഞ് ഇന്ന ദിവസം ഡേറ്റ് ആണ്, നീ ബ്ലോക്ക് ചെയ്തോ, നീയാണ് ബാൻഡിന്റെ കൂടെ പെർഫോം ചെയ്യുന്നത് എന്നുള്ള ഒരു സംഭവം പറഞ്ഞ്. അവിടെ നിന്നാണ് ദീപകേട്ടൻ്റെ അടുത്തോട്ട് എത്തുന്നത്. ദീപകേട്ടനെ ദീപകേട്ടന് എനിക്ക് ഭയങ്കര ഒരു കണക്ഷൻ എപ്പോഴും തോന്നാറുണ്ട്. ആൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. ഒരു മെന്റർ ആയിട്ടാണോ, ഒരു ബ്രദർ ആയിട്ടാണോ, അങ്ങനെ എല്ലാ രീതിയിലും ഞാൻ തന്നെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് ദീപകേട്ടൻ എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. കാരണം ഞാൻ ആളുടെ ബ്ലഡ് റിലേറ്റീവോ അങ്ങനെ ഒന്നുമല്ല. പക്ഷെ ഇറ്റ്സ് ലൈക്ക് നിന്റെ ഉള്ളിൽ ഒരു സാധനമുണ്ട്, ആ സാധനം ഞാൻ ഒരു ദിവസം ലോകത്തിന് കാണിച്ചു കൊടുക്കും, അതിന് നീ റെഡി ആയിട്ട് നിന്നോളൂ എന്ന് ഒരുപാട് വർഷം മുന്നേ പറയണ്ടായി. പക്ഷെ ഇങ്ങനത്തെ ഒരു സാധനമാണ് ദീപകേട്ടൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ശ്രീരാജ് ആണെങ്കിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, വാഗ്ദാനങ്ങൾ ഒരുപാട് ആൾക്കാർ തന്നിട്ടുണ്ട്, ഉറപ്പായിട്ടും. പക്ഷെ അത് പാലിച്ചൊരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദീപക് സാർ തന്നെയാണ്. ഇന്ന് ദീപകേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ദീപകേട്ടനോട് പറയാനുള്ളത്? ദീപകേട്ടൻ്റെ അടുത്ത് ഞാൻ പറയാനുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ദീപകേട്ട റിയൽ ലൈഫില് ദീപകേട്ടനാണ് എന്റെ എമ്പുരാൻ, അതിൽ ഒരു മാറ്റവും ഇല്ല. കാരണം ദീപകേട്ടൻ അറിയാം എന്തൊക്കെയാണ് ഇതിന്റെ പ്രോസസ്സിൽ ഉണ്ടായെന്നുള്ളത്. സോ താങ്ക് യു ഫോർ ഹാവിങ് യുവർ ഫെയ്ത്ത് ഇൻ മീ. എന്നും കടപ്പെട്ടിരിക്കും കാര്യത്തില്. എത്ര ചിരിച്ച ആൾക്കാരെ പോസിറ്റീവ് ആക്കിയാലും ഈ 13 വർഷത്തിൽ നഷ്ടങ്ങളും ഉണ്ട്, ഒരുപാടുണ്ട്. അത് പറയാൻ പോയി 10 എപ്പിസോഡ് ആയിരിക്കുമല്ലേ. അതെ. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ആ സീൻ്റെ അകത്തും മഴ, ഇന്ന് ഇന്റർവ്യൂ എടുക്കുമ്പോഴും മഴ. സത്യം, ശരിക്കും എമ്പുരാനിലെ ആ ഒരു സോങ് പാടാനായിട്ട് ഏൽപ്പിക്കുന്ന സമയത്ത് ഞാൻ കേട്ടൊരു കഥയുണ്ട്, വിഷമങ്ങളുണ്ട്, അതിൽ ആ ഹൈ പിച്ചിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്തൊക്കെയായിരുന്നു ആ ഒരു ഹൈ പിച്ചിൽ പാടുമ്പോൾ ഉള്ള? ഉറപ്പായിട്ടും ദീപകന്റെ അടുത്ത് പറഞ്ഞ് 2 കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞത്. ഒന്ന്, ആനന്ദേ, ഇപ്പൊ എനിക്ക് വേണ്ട സാധനം എന്താണെന്ന് നിനക്കറിയാം, നിന്റെ ഉള്ളിലുള്ള അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. എനിക്ക് ആ റേജ് വേണം, എനിക്ക് ആങ്കർ വേണം, അതിൽ സങ്കടം ഉണ്ടാവണം, പിന്നെ ഡെഫിനറ്റ്ലി നിന്റെ പവറും ആ ഒരു സാധനവും നിന്റെ ത്രോട്ടിൽ നിന്ന് പറഞ്ഞ പരിപാടി അതെനിക്ക് വേണം. പിന്നെ ഒരു കാര്യം ആലോചിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നീ കുറെ നാളായിട്ട് ആഗ്രഹിച്ചിട്ട് നിനക്ക് വന്നേക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മേക്ക് ഇറ്റ് കൗണ്ട്. ഇതാണ് ഫസ്റ്റ് ഇംപ്രഷൻ. ഇത് രാജു സാർ കേൾക്കുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അത് ആൾക്ക് ഇഷ്ടപ്പെടണം. സോ അത് ആലോചിക്കുക, ചെന്ന് വിളിച്ചോളൂ എന്നാണ് പറഞ്ഞത്, പാടിക്കണമെന്നില്ല, ചെന്ന് വിളിച്ചോളൂ എന്നുള്ള സംഭവം പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് ഈ സാധനത്തിന്റെ ഫസ്റ്റ് ടേക്കിൽ ആ എംപുരാന എന്നുള്ള കോളില് എന്റെ തലയിൽ കൂടി 13 വർഷം ഓടി വന്നു. ആ 13 വർഷത്തിൽ ഞാൻ ചെറുതായിരുന്നപ്പോഴത്തേക്കും എന്റെ അച്ഛനും എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും, അതിനുശേഷം ഞാൻ ജോലിക്ക് പോയ സമയവും, ജോലി റിസൈൻ ചെയ്യുമ്പോഴത്തേക്കും എടുത്തൊരു ഡിസിഷനും, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം കൂടി ഓടി വന്ന്. ആൻഡ് ഐ വാസ് ലൈക്ക്, ഇന്ന് എനിക്കിത് കിട്ടിയ ഓപ്പർച്യൂണിറ്റി, ഐ എം നോട്ട് ഗോണ ലൂസ് ഇറ്റ്, ഐ എം ഗോണ ഗീവ് ഇറ്റ് മൈ ബെസ്റ്റ്. എന്നിട്ടാണ് ഞാൻ ആ ടേക്ക് എടുത്തത്. ആൻഡ് അത് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു അങ്ങനത്തെ ഒരു സംഭവം എടുക്കുക എന്നുള്ളത്. ഒറ്റ കാര്യം പറയുള്ളൂ കേട്ടോ, നിന്നെ പടച്ചു വിട്ട കടവുളക്ക് 10ൽ 10. താങ്ക് യു. അതിനപ്പുറം വാക്കുകളില്ല. താങ്ക് യു. ഇനി നമുക്ക് എമ്പുരാന്റെ ആ സോങ് കേൾക്കാം. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. നെഞ്ചിൽ കത്തും കാവൽ നാളമേ, ഈയാളും കാറ്റിൻ കണ്ണിൽ വാഴും മായാമന്ത്രമേ, മാരിപ്പെയ്യെ കാണാ കരയെ ആഴിത്തിര നീയെ, ഇരുളിൻ വാനിൽ നീറും നീറാ സൂര്യനെ, എതിരെയായിരം എരിയും മാനിടം, അതിരിടങ്ങളോ അടർക്കളം, തേടുന്നു നോറ്റുന്നു കാക്കുന്നു വാഴ്ത്തുന്നു താരാധീപന്മാർ നിന്നെ എംപുരാനേ, 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 എംപുരാനേ. എന്തുവാണോ ഇത്? താങ്ക് യു സോ മച്ച്. ഇത് 13 വർഷത്തെ അതുപോലുണ്ട് കേട്ടോ. സത്യം. വേദനയ്ക്ക് വേദനയും എല്ലാം ഉണ്ട്. ഇതില് 2 ഭാഗ്യങ്ങൾ മച്ചാന് കിട്ടിയിട്ടുണ്ട്, തോന്നിയിട്ടുണ്ടോ? ഒന്ന്, എമ്പുരാൻ എന്ന് പറയുന്ന വലിയൊരു സിനിമയിൽ ഭാഗമാകാൻ പറ്റി. 2,
നമ്മുടെ ആ ഒരു വോയിസ് കഴിഞ്ഞിട്ടാണ് ലാലേട്ടന്റെ എൻട്രി. ശരിക്കും അത് ഭയങ്കര ഒരു സംഭവം തന്നെ ആയിപ്പോയി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, ഈ ട്രെയിലർ റിലീസാകുന്നത് ഉച്ചക്ക് 1 മണിക്കാണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ ട്രെയിലറിൽ എന്റെ സൗണ്ട് ഉണ്ടെന്നോ ലൈക്ക് ഞാനായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടെന്നുള്ള കാര്യം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾക്ക് തലേദിവസം ഒരു ഷോ ഉണ്ടായി. ഷോ കഴിഞ്ഞ് സ്വാഭാവികം ടയർഡായിട്ട് ഞാൻ ഒന്ന് കിടന്നുറങ്ങാണ്. ഉറങ്ങുമ്പോഴത്തേക്ക് ഒരു 1:30 ടൈം ആയിട്ടുണ്ടാവും. എന്റെ കാനഡയിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് വിളിച്ചെണീപ്പിച്ച് ട്രെയിലർ ഉണ്ടാ നിന്റെ സൗണ്ട് അതിലുണ്ട്. ട്രെയിലറാ എന്റെ കിളി വന്നിട്ട് ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ള ട്രെയിലർ. ഏത് ട്രെയിലർ? എടാ എമ്പുരാൻ ട്രെയിലർ, നിന്റെ സൗണ്ട് ഉണ്ട്. മച്ചാനെ പൊളിന്ന് ഞാൻ നേരെ ചെന്ന് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ സാധനം കാണുമ്പോഴത്തേക്കും 1 മിനിറ്റ് 27 സെക്കൻഡ് കറക്റ്റ് ലാൽ സാറ് ഫസ്റ്റ് ഇൻട്രോ സീനാണ്. 666 വണ്ടി കാണിക്കുന്നു. എന്റെ സൗണ്ടില് ലാൽ സാറ് കയറി ഇൻട്രോ വന്നപ്പോഴത്തേക്കും ലൈക്ക് ലിറ്ററലി എന്റെ കണ്ണ് പകുതി നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് സീൻ ബാക്കി കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. ഈ സാധനത്തിന് ഞാൻ ക്യാരിഡേ ആയിപ്പോയി. ഞാൻ അപ്പൊ തന്നെ സ്പോട്ടിൽ അച്ഛനപ്പുറത്തെ റൂമിൽ കിടന്ന് ഉറങ്ങണ്ടായിരുന്നു. 1:30-1:45 സമയം ഉണ്ടായി. ഞാൻ നേരെ ഡോറും തല്ലി പൊളിച്ചത് അച്ഛ പാട്ട് വന്നിട്ടുണ്ട്, ഇതിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ട്. കുറെ നാളത്തെ പരിപാടി ഇതിൽ കയറിയെന്ന് പറഞ്ഞാൽ അച്ഛനും ചാടി എണീറ്റ് ഞാൻ പുള്ളിയുടെയും കണ്ണ് പറയണ്ടായി. ലൈക്ക് അച്ഛൻ ഭയങ്കര ഡൈഹാർഡ് മോഹൻലാൽ ഫാനാണ്. ഡൈഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മറ്റേ കാലാപ്പാനി മൂവി ഒന്നും പുള്ളിക്കാരന് ഫുള്ള് കാണാൻ പറ്റിയിട്ടില്ല. കാരണം പുള്ളി കണ്ടിട്ടില്ല. ലാൽ സാർ ആ ഷൂസ് നക്കുന്ന സീനുള്ളത് പുള്ളിക്കത് എടുക്കാൻ പറ്റൂല. തീരെ മനസ്സിലാക്കാൻ അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതേപോലെ ദൃശ്യത്തില് ലാൽ സാറ് നിസ്സഹായനായിട്ടിരുന്ന് അടികൊള്ളുന്ന സീനെല്ലാം ഉണ്ടല്ലോ, അതൊന്നും പുള്ളിക്കാരന് കണ്ടിരിക്കാൻ പറ്റൂല. കാരണം പുള്ളിക്ക് ലാൽ സാർ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഇമോഷൻ എന്നൊക്കെ പറയുന്നത് ഡൈഹാർഡ് ഫാനാണ് ആള്. സോ ആളുടെ മോന്റെ സൗണ്ട് ലാൽ സാറിന്റെ ഇൻട്രോയിൽ വരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൾക്കും ഭയങ്കര ഇമോഷണലി ഭയങ്കര സീനായി പോയി മൊത്തത്തില്. അച്ഛന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം അല്ലേ? ഉറപ്പായിട്ടും അച്ഛന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമാണ്. കാരണം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്ന 2 ആൾക്കാരാണ് എന്റെ അച്ഛനും അമ്മയും. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ഞാൻ ഒരു 2 വർഷം ഞാനൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായി. ഈ MBA കഴിഞ്ഞ് ഞാൻ പ്ലേസ്ഡ് ആയതാണ്. അത് ആ സമയത്ത് കൊറോണയൊക്കെ ആയതുകൊണ്ട് മൊത്തത്തില് ഫീൽഡ് ഞാൻ ലൈവ് ഷോസ് മാത്രം ആ സമയത്ത് ചെയ്യുന്നു. സോ ഒന്നും ഇല്ലാണ്ടായി പെട്ടെന്ന്. ലൈക്ക് നമുക്ക് ഫിനാൻഷ്യൽ ഇൻകം ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ഒരു 12ാം ക്ലാസ് തൊട്ടിട്ട് ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അത് ഡൗൺഫോൾ ആയപ്പോഴത്തേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. ആ സമയത്താണ് കോളേജിൽ പ്ലേസ്മെന്റ് കാര്യങ്ങൾ വന്നത്. ഞാൻ ഇരുന്നു. ഫോർച്ചുനേറ്റ്ലി എനിക്കൊരു കമ്പനിയിൽ ജോലി കിട്ടി. ഒരു 2 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്ത് 2 വർഷം കഴിയുമ്പോഴത്തേക്കും എനിക്ക് മറ്റേ എന്റെ മൈൻഡ് ശരിയാകുന്നില്ല. ഈ 2 വർഷം വർക്ക് ചെയ്യുമ്പോഴും മനസ്സോട് ചെയ്യുമല്ല, അതെനിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കിക്ക് ചെയ്യുന്നുണ്ട്. നീ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഗോ ഡു യുവർ തിങ് എന്റെ അടുത്ത് എപ്പോഴും മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഒരു ദിവസം ഞാൻ 2 കൽപ്പിച്ച് ഞാൻ അച്ഛനെ അമ്മേനെയും വിളിച്ച്, അതുവരെ നല്ല സാലറി ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ജോലിയാണ്, ഞാൻ വിളിച്ചു പറഞ്ഞ് അത് ഞാൻ റിസൈൻ ചെയ്തോട്ടെ, എനിക്ക് പാർട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണമെങ്കിൽ പറ്റണില്ല എന്നുള്ള സാധനം പറഞ്ഞു. അപ്പൊ 2 പേരും ഉണ്ട്, കോൺ കോൾ ആയിരുന്നു. അപ്പൊ നിനക്ക് ഉറപ്പാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഉറപ്പാണ്. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞ ഒരു ഡയലോഗാണ്, ഞാൻ വർക്ക് ചെയ്യണുണ്ട്, നിന്റെ അമ്മയും വർക്ക് ചെയ്യണുണ്ട്, നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള പരിപാടി കിട്ടുന്നുണ്ട്, നീ ഇങ്ങോട്ട് പോരും, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സാധനത്തിലാണ് ഞാൻ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ ഇട്ടത്. ഞാൻ എന്റെ അവിടെ കമ്പനികളുടെ എല്ലാവർക്കും അറിയാം, എന്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് എല്ലാം അറിയാം. അവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ എന്റെ ബോസിന്റെ അടുത്ത് പറഞ്ഞു, ബോസ് ഞാൻ റിസൈൻ ചെയ്യണം. അപ്പൊ എന്റെ അടുത്ത് ബോസും അവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ കോട്ടയത്ത് നിന്ന് ഞാൻ എറണാകുളത്തോട്ട് നിനക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു തരാം, അപ്പൊ നിനക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, ജോലി ചെയ്യാം, ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. അവരും എന്നെ കാര്യത്തിൽ കൺസേൺ ആട്ടോ. അവരും പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിനക്ക് ഒന്നുമില്ല, അപ്പൊ നീ ഇവിടെ നിന്ന് ഇപ്പൊ സേഫ് ആയിട്ട് നീ ചെയ്തു നോക്ക്, അവിടെ ഒന്ന് എല്ലാം ഒന്ന് ഓണായി കഴിയുമ്പോഴത്തേക്ക് നീ വേണമെങ്കിൽ ഇറങ്ങിക്കോളൂ എന്നാണ് എൻ്റെ അടുത്ത് എന്റെ ബോസും പറഞ്ഞത്. സോ പക്ഷെ എനിക്ക് നമുക്ക് ഒരിക്കലും 2 സാധനം കൂടി ഒരിക്കലും നമുക്ക് ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകാൻ പറ്റില്ല. 100% ഇട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ എവിടെയാണെങ്കിലും സക്സീഡ് ചെയ്യാൻ പറ്റൂ. സോ ഞാൻ പറഞ്ഞില്ല ബോസ് നമ്മൾ റിസൈൻ ചെയ്യാണ്. സോ എന്റെ അച്ഛൻ്റെ അമ്മയുടെ ആ ഒരൊറ്റ വാക്കിലാണ് ഞാൻ റിസൈൻ ചെയ്തത്. എന്റെ 1 വർഷം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് എനിക്ക് ഇൻകം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. എല്ലാം തീർന്നിരിക്കുന്ന സെറ്റപ്പിൽ നിൽക്കുമ്പോഴാണ് എന്റെ ബാൻഡ് മേറ്റ്സ്, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നിട്ട്, എടാ നമുക്ക് വേറെ പരിപാടികൾ ഓൺ ചെയ്യാം, നീ ധൈര്യമായിട്ടിരിക്കൂ, നമുക്ക് തകർക്കാന്ന് പറഞ്ഞ് ഇവന്മാരെല്ലാരും കൂടി വന്ന് ഒരു 1.5 വർഷം പിന്നെ കട്ടക്ക് നിന്ന് പണിയെടുത്ത്, ലൈക്ക് ഭയങ്കര ഹെവി ആയിട്ട് തന്നെ പണിയെടുത്ത്. ആൻഡ് അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ ബാൻഡും നല്ല രീതിയിൽ വന്നു. നമുക്കിപ്പോ ഷോസ് കാര്യങ്ങളുണ്ട്, ആൻഡ് മൂവീസും എല്ലാം ഓണായി ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നു. ശരിക്കും വന്ന വഴിയിൽ സഹായിച്ചവരെ മറക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ മറക്കാൻ പാടില്ല. അതെ, ഒരിക്കലും അങ്ങനെ മറക്കാൻ പാടില്ല. കാരണം അത് ചെയ്തു കഴിഞ്ഞാല് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും ആ സംഭവം. മച്ചാനെ, ഈ ട്രെയിലറില് ഞങ്ങള് മലയാളികളെ ഇത്രയും കത്തിച്ചെങ്കിൽ എന്തുവായിരിക്കും 27-ാം തീയതി വരാൻ പോകുന്നത്? 27-ാം തീയതി എനിക്ക് ഞാൻ ചെറിയ ചെറിയ സാധനങ്ങൾ കണ്ടതും എല്ലാത്തിനും വെച്ചിട്ട് 27-ാം തീയതി ഒരു ഉത്സവം തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ലൈക്ക് ഒരു
നമ്മൾ എന്തൊരു ഹോളിവുഡ് മൂവി കാണുന്ന ഒരു സെറ്റപ്പിൽ എന്തായാലും ഈ സംഭവത്തിലേക്ക് നമുക്ക് വരും. നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല ഇത് എങ്ങനെ ഈ സംഭവം ആയി എടുത്തേക്കെന്നുള്ളത്. കാരണം ഞാൻ ചെറിയ സ്നിപ്പെറ്റ്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും ഉണ്ട്, ഞാൻ ഇതിലെ എല്ലാ സോങ്സിന്റെയും ട്രാക്ക് ഞാനാ പാടിയേക്കുന്നത് ഈ മൂവിയുടെ. അതായത് ബാക്കി സിംഗേഴ്സിന് പാടാനായിട്ട് എന്റെ വോയിസ് ആണ് അവർക്ക് കൊടുക്കുന്നത്, പഠിക്കാൻ ലൈക്ക് റെഫറൻസ് ആയിട്ടൊക്കെ കാര്യങ്ങൾ പഠിക്കാനും ലിറിക്സും കാര്യങ്ങളൊക്കെ. സോ ഞാൻ അതിലൊരു പെർട്ടിക്കുലർ സോങ്ങിന്റെ സമയത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് ദീപകണ്ണനടുത്ത് സീൻ കാണിച്ചാൽ ഇതാണ് സംഭവം, സോ ഇങ്ങനത്തെ വൈബിൽ വേണോട്ടോ നമുക്ക് പാടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഈ സീൻ കാണുന്നതും റോ ഫൂട്ടേജ് ആണേ, ലൈക്ക് എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, മറ്റേ കമ്പിയും എല്ലാം ഉണ്ട്, അതൊന്നും കളഞ്ഞിട്ടില്ല, കളർ ചെയ്തിട്ടുള്ള ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒന്നുമില്ല. ഈ റോ ഫൂട്ടേജ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കണ്ണ് ഇങ്ങനെ പിടിഞ്ഞു വന്ന്, പിന്നെ എന്റെ വായ ലിറ്ററലി ഒരു ജോ ഡ്രോപ്പിംഗ് ആവില്ല, എന്റെ വായ ആന്നും പറഞ്ഞ് തുറന്നിരിക്കണേ. അപ്പൊ ദീപകണ്ണന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു നോക്കി, എന്ത് പറ്റി, ഇവിടെ എന്താണ് ചെയ്തു വെച്ചേക്കണത്, കാരണം എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അല്ലാണ്ടുള്ള ഒരു ഔട്ട് കണ്ടിട്ട് ഇവിടെ എന്ത് ചെയ്തു വെച്ചേക്കണത്. ദീപകണ്ണൻ ഞെട്ടിയല്ലേ, ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാണ്, ഇനി കിടക്കും അതിന്റെ ആവശ്യമില്ലാതുള്ള സീനില് പുള്ളിയിരുന്നു. സോ ഇത് ഭയങ്കര മാസീവ് ആയിരിക്കും എന്തായാലും തിയേറ്ററിൽ. അതിന്റെ ആ ട്രെയിലർ തന്നെ ഉണ്ടാക്കിയ ഇമ്പാക്ടിന്റെ ആണ് ഈ ഏറ്റവും റെക്കോർഡ് ടിക്കറ്റ് സെയിലും കാര്യങ്ങളൊക്കെ നടന്നേക്കുന്നത്. സോ ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യില്ല, ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ. ഈ പല സിനിമകളിൽ ട്രെയിലർ ആണെങ്കിൽ പോലും നമ്മൾ കാണുമ്പം ചില സമയത്തൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നും, പക്ഷെ ഇത് ട്രെയിലർ എപ്പം കണ്ണ് സ്ക്രീനിൽ വെച്ചോ പിടിച്ചിരുത്തിയിട്ടുണ്ട്. സത്യം അങ്ങനെയുള്ള അത് കട്ടും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഇത് 3-3.5 മിനിറ്റ് ഉണ്ട് ഈ ട്രെയിലർ. സാധാരണ ട്രെയിലറൊക്കെ 1 മിനിറ്റ് 1.5 മിനിറ്റ് കഴിയും. ഇത് ഈ 3.5 മിനിറ്റ് ഇത് ഇങ്ങനെ പോയിട്ട് നമ്മൾ ലൈക്ക് ഇത് എന്താ സംഭവം എന്നുള്ള സംഭവത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ലാൽ സാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വേറെ ലീഗിലേക്കാണ് ഈ പരിപാടി പോകുന്നത്. ഞാൻ കമന്റ്സ് കാണുന്നുണ്ട്, 10-40 പ്രാവശ്യമൊക്കെ ഞാനത് റിപ്പീറ്റ് കണ്ടോണ്ടിരിക്കുകയാണ്. 27-ാം തീയതി തിയേറ്റർ ഒരു പൂരപ്പറമ്പായിരിക്കും ഉറപ്പായിട്ടും, ഒരു സംശയമില്ല. തീർച്ചയായിട്ടും അത് ലൈക്ക് ഫാൻസിന് പൊളിക്കാൻ പറ്റിയ സംഭവത്തിന് നമ്മളെല്ലാരും കാത്തിരുന്ന ലാലേട്ടനാണ് ഇന്ന് നമുക്ക് വരാൻ പോകുന്നത്. ഒരു സൂപ്പർ ഹീറോ ലാലേട്ടനാണ് നമുക്ക് കാണാൻ പോകുന്നത്. അതെ, ഈ പൃഥ്വിരാജിനെ ലാലേട്ടനൊക്കെ നേരിട്ട് കണ്ടോ? ലാൽ സാറിനെ ഞാൻ ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ ബിഗ് ബ്രദറിന്റെ സംഭവത്തിൽ. അത് അന്നായിരുന്നു. അന്ന് ആ പെർഫോമൻസ് കഴിഞ്ഞ് ആളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ലൈക് പേഴ്സണലി എന്നെ ഫോൺ ചെയ്തിട്ടുണ്ടായി. എന്നെ ഫോൺ വിളിച്ച് ഇതേപോലെ കാര്യങ്ങൾ. അന്ന് ഞാൻ എനിക്ക് ചെറിയ സൈക്ലിങ്ങിന്റെ ഭ്രാന്തുണ്ട്. സോ ഞങ്ങൾ അന്ന് കൊച്ചി ടു ഗോവ സൈക്കിൾ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് അവിടെ അപ്പീൽ ചെയ്ത് ഗോവ എത്താറാവുന്ന സമയത്താണ് ആള് വിളിക്കുന്നത്. സോ ഫോൺ റിംഗ് ഞാൻ കേട്ടു, പക്ഷെ ഞങ്ങൾ മറ്റേ കയറ്റം കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഫോൺ എടുക്കാൻ നിർത്തി കഴിഞ്ഞാൽ ചവിട്ടല് നടക്കുന്നത് ഞാൻ വിട്ടു കളഞ്ഞായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ദീപകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ആനന്ദ് ലാൽ സാർ നിന്നെ വിളിച്ചിട്ടുണ്ടായി, നീ ഫോൺ എടുത്തിട്ടില്ല. അപ്പൊ അയ്യോ ഏറ്റവും വേണ്ട ഒന്നും വേണ്ട, വണ്ടി സ്പോട്ടിൽ നിർത്തി ഞാൻ പിന്നെ ഒരു 40 പ്രാവശ്യം അങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ എനിക്ക് ആകെ ഡാർക്കായി. ഞാൻ മറ്റേ സീനെ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല, ആൾക്ക് ദേഷ്യം കയറിയിട്ടുണ്ടാവുന്നുള്ള സംഭവം. പിന്നെ ഒരു 1.5 മണിക്കൂർ ആയപ്പോഴത്തേക്കും ആളെന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞ്, മോനെ ഞാൻ ഇതേപോലെ ഒരു ഇന്റർവ്യൂലായിരുന്നിട്ടോ, അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞെന്നുള്ളൊരു സംഭവം പുള്ളി പറഞ്ഞ്. എൻ്റെ ആളെൻ്റെ അടുത്ത് ഇതേപോലെ ഞാൻ അന്നെ സൗണ്ട് കേട്ട് എനിക്കത് ഭയങ്കര വർക്കായി. സോ എനിക്ക് ഇങ്ങനെ ഒരു മൂവി വരുന്നുണ്ട്. അത് അന്നത്തെ ഒരു സമയത്തായിരുന്നു. പക്ഷെ അത് പിന്നെ അത് ഹാപ്പൻ ചെയ്തില്ല. ബട്ട് സ്റ്റിൽ ആളെന്നെ വിളിച്ച് ആളെന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ആളെ നേരിട്ട് പോയി കണ്ട് ആളുടെ കൂടെ ഇരുന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അത് അന്ന് എനിക്ക് മുടിയെല്ലാം ഉണ്ടായി. അപ്പൊ പുള്ളി എന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ ചോദിച്ച സാധനം അതാണ്, ലൈക്ക് മറ്റേ ഷോ കഴിഞ്ഞ 1 വർഷമായുണ്ട്, ആ മുടി എന്താ വെട്ടിക്കളഞ്ഞെന്നാണ് ആദ്യം ചോദിച്ചത്. കാരണം അത്ര ആള് നോട്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സംഭവം. സോ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടൊരു സംഭവം. ആ വോയിസ് കോളൊക്കെ ഞാൻ ഇപ്പോഴും എന്റെ ഡ്രൈവിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത് റെക്കോർഡ് കേൾപ്പിക്കാവോ? ഷുവറായിട്ട്. Oh, thank you so much. സംസാരിച്ചു നോക്കാം. എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ മുഖം എന്റെ മനസ്സിൽ വന്നു. അന്നത്തെ പെർഫോമൻസ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പറയുന്നില്ല, അല്ല സാർ, അതൊന്നും ഒരു സാറിനെ പോലെ ആള് എന്താ പറയേണ്ടത് സിറ്റുവേഷനിൽ നാളെ ഇറങ്ങും. എന്റെ മച്ചാനെ കിട്ടിയതിൽ ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ. ഉറപ്പായിട്ടും. അന്ന് ലൈക്ക് ഇതിന് വേറൊരു സംഭവം കൂടി ഉണ്ട്. അതായത് ഞാൻ ഈ സംഭവം എന്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതുവരെ നമുക്ക് മറ്റേ ബാക്കി എല്ലാവർക്കും നമ്മളോടൊരു പുച്ഛഭാവമാണല്ലോ. പണിക്കൊന്നും പോണില്ല പാട്ടെന്നൊക്കെ പറഞ്ഞ നടക്കാണ്. ഈ സാധനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും, നമ്മുടെ റിലേറ്റീവ്സിനാണെങ്കിൽ എല്ലാവർക്കും അവർ അംഗീകരിച്ചത് ഈ ഒരു സംഭവത്തിന് കൂടിയാണ്. ഈ ആനന്ദിനെ പറ്റി കൂടുതൽ ഞാൻ അറിഞ്ഞപ്പോ കേട്ടൊരു കാര്യമുണ്ട്. അടുത്തുള്ളവർ തന്നെ ആനന്ദിനോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഇത്രയും പ്രായമായി, നീ പണിക്ക് പോകുന്നില്ല, നിന്റെ കൂടെ ഉള്ളവരെല്ലാം രക്ഷപ്പെട്ടു, നീ ഈ പാട്ടിന്റെയും ബാലിന്റെയും പുറകെ നടന്ന് എത്ര കാലം നടക്കും? പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്, ഡെഫിനറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ചോദിച്ചു ഇതേപോലെ നിനക്ക് നീ ഇത് കളയണ്ടെന്നും കളയാൻ ആരും പറഞ്ഞിട്ടില്ല. കളയണ്ട, പക്ഷെ സൈഡിൽ ഇത് ചെയ്യൂ,
പിന്നെ റിസൈൻ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എടാ എന്റെ അപ്പനും അമ്മയ്ക്കും ഇല്ലാത്ത പ്രശ്നമാണ്. അതാണ് സംഭവം. ഞാൻ എപ്പോഴും ആലോചിക്കും എന്റെ അച്ഛനും കുഴപ്പമില്ല, എന്റെ അച്ഛനും എന്നെ നോക്കാൻ റെഡിയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം എന്നുള്ള സംഭവം. പക്ഷെ നമ്മളത് പറയില്ല, അത് പറയുന്നത് റൂഡായിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ മനസ്സിനുള്ളിൽ എപ്പോഴും ആ സാധനം ഉണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ അവർക്ക് മനസ്സിലാവില്ല, കാരണം അവർക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഈ തള്ളി പറഞ്ഞ ആൾക്കാരെ ഈ ഒരു സോങ്ങിന്റെ വോക്കല് കേട്ടിട്ട് എടാ നീ കിടിക്കേടാന്ന് പറയുമ്പോ കിട്ടുന്ന റിവെഞ്ച് ചെറുതാണോ? റിവെഞ്ച് ആയിട്ട് ഞാൻ അതിന് നോക്കുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു സമയത്ത് നമ്മള് നല്ലതായിട്ട് പുച്ഛിച്ച് ഇട്ടേക്കുന്ന ആൾക്കാരായിരുന്നു, വെറുതെ എന്നുള്ളൊരു സംഭവത്തിൽ ഇട്ട ആൾക്കാരുടെ. പക്ഷെ അതിനുശേഷം അവർ നമ്മളെ വിളിച്ചപ്പോഴും അത് കഴിഞ്ഞിട്ട് അവർ ഓരോ മെസ്സേജ് അയക്കുമ്പോഴും എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് നമ്മുടെ ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും, ഞാൻ വലിയ പഠിത്തമൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവരെല്ലാവരും ഓരോ ഷോയിന് വന്ന് നമ്മളെ കാണുമ്പോഴെല്ലാവരും അവർ നമ്മുടെ ഫോട്ടോ എടുക്കണ, ഞാൻ പ്രൗഡാണ് അതിന്റെ ടീച്ചറാണെന്ന് പറയാൻ വേണ്ടിട്ട് എന്ന് പറയുമ്പോഴും, ഇപ്പൊ എന്റെ സ്കൂൾ മേറ്റ്സും കോളേജ് മേറ്റ്സും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, പ്രൗഡ് ടു ബി യുവർ സീനിയർ ചേട്ടാ, പ്രൗഡ് ടു ബി യുവർ ജൂനിയർ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു സംഭവം വരുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. ലൈക്ക് റിവെഞ്ച് എന്നുള്ളൊരു മൂടൊന്നുമില്ല, ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞത്. ആനന്ദെ അടുത്തെറിഞ്ഞ കണ്ടെറിഞ്ഞ ലാലേട്ടൻ എന്താണ്? ഞാൻ കണ്ടെറിഞ്ഞ ലാലേട്ടൻ നമ്മൾ എല്ലാവരും കാണുമല്ലോ, എനിക്ക് ഞാൻ ആളെ ഒരു എന്താണ് ഒരു ദൈവം പെർസ്പെക്റ്റീവിലാണ് ആളെ കാണുന്നത്. ആള് അന്നാ ഞാൻ ആ റൂമിലേക്ക് ചെന്ന് ഞാൻ ഇരിക്കുകയാണ്, കുറെ പേര് കയറി വരുന്നുണ്ട് റൂമിലേക്ക്. പക്ഷെ ലാൽ സാറ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആക്ച്വലി ആ റൂം ലൈറ്റപ്പ് ആകാണ്, ശരിക്കും റൂം ലൈറ്റപ്പ് ആകാം. അവിടെ ഉള്ള എല്ലാവരും തന്നെ എണീക്കുകയാണ്. അതിന് മുന്നേ വന്നു പോകുന്ന ആൾക്കാരൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, ആരും എണീക്കൊന്നുമില്ല. ലാൽ സാർ വന്ന എല്ലാവരും തന്നെ എണീക്കുകയാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതേപോലെ ഒരു ടേബിളിന്റെ അപ്പുറത്ത് ലാൽ സാർ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് സാർ ഇതുമ്പോഴത്തേക്കും അത് തന്നെ ചോദിച്ചാൽ മുടിയെല്ലാം അവിടെ പോയി. ഞാൻ മുടിയെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഇപ്പോൾ വെട്ടിക്കളത്. അതൊക്കെ ഇങ്ങ് വന്നിരിക്കും. ഞാൻ പറഞ്ഞില്ല സാർ ഞാൻ നിന്നോളാം. എടാ ഞാൻ തിന്നൊന്നുമില്ല, നീ വന്നിരിക്കുക എന്നുള്ള സീലായത്. ഭയങ്കര ചില്ലായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന് ഞാനൊരു 20 മിനിറ്റ്സിനടുത്ത് ഞാൻ സാറിൻ്റെ അടുത്തിരുന്ന് സംസാരിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചായിരുന്നു. സോ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഒരു എന്താ പറയുക, ഒരു അടിപൊളി ഹ്യൂമൻ ബീങ് ആണ് ആള്. അതാണ് ലാൽ സാർ. ഒരു പച്ചയായ മനുഷ്യൻ, അത് നല്ല മനുഷ്യനാണ്, ഒന്നും പറയാനില്ല. ആനന്ദ് ഇപ്പൊ നമ്മളെപ്പോലുള്ളവർക്ക് ഇപ്പൊ ലാലേട്ടനോടോ പൃഥ്വിരാജിനോടോ ഒന്നും സംസാരിക്കാനുള്ള ഓപ്ഷൻ ഇപ്പൊ ഇല്ല. അപ്പൊ 27-ാം തീയതി ഞങ്ങള് ജനങ്ങള് പടം കാണാൻ പോകുമ്പോൾ അതിലൊരു വ്യക്തി എന്ന നിലയിൽ, അല്ലെങ്കിൽ പാർട്ടായിട്ട് നിലയിൽ ആനന്ദിന് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. കാരണം ഇതൊരു OTT മൂവി അല്ല, ഇത് തിയേറ്ററിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. കാരണം ദീപക്കേട്ടൻ ചെയ്തു വെച്ചേക്കുന്ന മ്യൂസിക് ആണെങ്കിലും ലാൽ സാർ എടുത്തു വെച്ചേക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത് ഗംഭീരമാണ്. നിങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് ഫാൻസിന്റെ കൂടെ ഇരുന്ന് അതിന്റെ ആരവത്തിലിരുന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു മൂവിയാണത്. സോ ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഇറ്റ്സ് ഗോയിങ് ടു ബി എപ്പിക്, ഐ എം ഷുവർ. ദീപക്കേട്ടൻ കമന്റ് ഇട്ടേക്കുന്ന പോലെ കത്തും കത്തിക്കും എന്നാണ് ദീപക്കേട്ടൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ 27-ാം തീയതി എല്ലാം അടച്ചിട്ടോ അല്ലേ? ഉറപ്പായിട്ടും തിയേറ്റർ തുറന്നോ? ബുക്ക് മൈ ഷോ എടുക്കുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക, പൊളിക്കുക. അതെ. ഇനി ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടുകൂടെ പാടണം. പക്ഷെ ആ പാട്ടെന്ന് പറയുമ്പോൾ ഇന്ന് ആനന്ദിന്റെ ലിസ്റ്റ് എടുത്താൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അന്നും ഇന്നും എന്നും എപ്പോഴും അല്ലെ എന്നെ ഞാനാക്കിയ ഒരു പാട്ട് ഏതായിരിക്കും? സോ ഈ പാട്ട് ആക്ച്വലി എന്നെ ഫസ്റ്റ് ടൈം എനിക്ക് ഒരു സ്റ്റേജ് തരുന്ന പാട്ടാണ് ഇത്. റോക്ക്ഷാല സദാഹ് എന്ന് പറഞ്ഞ മൂവിയാണ്, സോങ് ആണ്. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ഞാൻ ബാത്റൂമിൽ കിടന്ന് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കാം, അല്ലാതെ വിളിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ നാദർഷക്കയുടെ അനിയൻ എന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് താമസിക്കുന്നത്, നൈബറാണ്. അപ്പൊ ആള് ഇറങ്ങി വന്നിട്ട് അമ്മയടുത്ത് ചോദിച്ചു, ചേച്ചേ ആരാണ് നടക്കണമെന്ന് അലറിപ്പൊളിക്കണത്? അപ്പൊ തന്നെ അമ്മ ഇറങ്ങി വന്നിട്ട്, അയ്യോ എന്റെ മോനാണ്, ഞാൻ മിണ്ടാണ്ടിരിക്കാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ പറയണ്ട, അവൻ അടിപൊളിയായിട്ട് പാടുന്നുണ്ട്, കൊള്ളാട്ടാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സ്പോട്ടിൽ അമ്മ ഒരു മാർക്കറ്റിംഗ് പരിപാടി, അങ്ങനെയാണെങ്കിൽ ഇത് പരിപാടിക്ക് കൊണ്ടുപോയിക്കൂടെ എന്നാണ് ചോദിച്ചു. അപ്പൊ തന്നെ സമുദ്രക്ക പറഞ്ഞ് അതിനെന്താ വെച്ചാൽ ഞാൻ സംസാരിക്കാം, ഇക്കാട് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റുന്നത് സമുദ്രക്കും ആദർശക്കും കൂടിയാണ്. സോ അന്ന് ഈ പാട്ടാണ് ഞാൻ അവിടെ പാടിയത്. ചിലപ്പോൾ ഇതായിരിക്കാം എനിക്ക് എന്നെ ഞാനാക്കിയ അല്ലെങ്കിൽ എൻ്റെ ഒരു ടെക്സ്ചർ പരിപാടി ഇങ്ങനെയാണെന്ന് അറിയിച്ചൊരു പാട്ട്. സോ അതിന്റെ ഒരു കുറച്ച് ലൈൻസ് വേണം ഡെഫിനറ്റ്ലി. इस दुनिया में हर कदम पे इंसान गलत, मैं सही समझ के जो भी कहूँ तुम कहते हो गलत, मैं गलत हूँ तो फिर कौन सही? मर्जी से जीने की भी मैं क्या तुम सबको अर्जी दूं? मतलब कि तुम सबका मुझ पे मुझसे भी ज्यादा हक है,
सदा हक है तेरा ना 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 ना. Thank you. ആനന്ദ് ശ്രീരാജ് ശരിക്കും ഒരു മാജിക്കൽ വോയിസ് കേട്ടോ. അയ്യോ താങ്ക് യു ബ്രോ. അപ്പം മച്ചാനെ, ഈ പേര് ആനന്ദ് ശ്രീരാജ് ലോകമെമ്പാടും ഇനിയും അറിയട്ടെ. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ വൈബായിട്ട് ഈ ചിരിയായിട്ട് തന്നെ പോവാ. അപ്പൊ എല്ലാവിധ ആശംസകളും നേർന്നു. താങ്ക് യു സോ മച്ച്.